തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ സുരക്ഷിതാക അവിടുന്ന് കർത്താവ് ഇടങ്ങളിൽ അയച്ചാൽ ഒരു പ്രാവശ്യം കർത്താവ് നോയമ്പ് കാലത്തിലേക്ക് കടന്നു വരുവാനൊരുക്കുന്ന വൻകൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഇടങ്ങളിൽ അയച്ചിനത്തോളം അനേക നോയമ്പുകൾ കർത്താവ് അടിയങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും കർത്താവ് ഇനിയുള്ള നോയമ്പ് കാലം കർത്താവ് എപ്രകാരമായി തീരണമെന്നും കർത്താവേ, എപ്രകാരം അടിയങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും കർത്താവെ, അങ്ങേ പുറകെ പറ്റി ജീവിക്കണമെന്നൊക്കെ കർത്താവെ, അങ്ങയുടെ വചനത്തിൽ കൂടി ഞങ്ങളെ സംസാരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രത്യേകിച്ചും അവിടുത്തെ കർത്താവെ, അങ്ങയുടെ വരവിന് ആസന്നമായ നാളുകളിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ലോകമെമ്പാടും പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ കർത്താവെ, ഇതൊക്കെ അങ്ങയുടെ രണ്ടാം വരവിൻ്റെ ആരംഭമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ അപ്രകാരം കർത്താവെ, ഈ നോയമ്പുകാലം ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഈ നാടുകളിൽ കർത്താവെ, നോയമ്പിൻ്റെ ശുശ്രൂഷകൾ കർത്താവെ, വചനം നൽകുമ്പോൾ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ കർത്താവ് അടിയനോട് കൂടെ ഇരുന്ന കർത്താവ് എൻ്റെ ശബ്ദത്തോടും വാക്കുകളും വചസ്കളോടും ഉണ്ടായിരിക്കും കർത്താവ്. ഏറ്റവും ലളിതമായ വചനം എത്തിക്കുമെന്നതോടൊപ്പം കർത്താവെ കേൾക്കുന്ന ജനത്തിൽ കർത്താവെ അവരെ അതിനെ ഉൾക്കൊള്ളുവാൻ കർത്താവ് ഹൃദയങ്ങളിൽ കർത്താവ് ക്രിയ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കാര്യത്തിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ സാക്ഷിക്കുന്നു പിതാവോ കേൾക്കാനമേ. ദൈവത്തിൻ്റെ പൊന്നുനാഥത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു നോയമ്പ് കാലത്തിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നോയമ്പ് കാലങ്ങളിലും നാം കടന്നു വരുമ്പോൾ ആ നോയമ്പ് കാലത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതങ്ങളിൽ 40 ദിവസമോ അല്ലെങ്കിൽ 50 ദിവസമോ സഭ നിഷ്കർഷിച്ചിരിക്കുന്ന പോലെ നമ്മളെ തന്നെ അതിനായി ഒരുക്കുന്ന നാളുകളിലാണ്. നോയമ്പെന്ന് യഥാർത്ഥത്തിൽ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണ് കുറവുകളും വീഴ്ചകളെന്ന് മനസ്സിലാക്കി ദൈവമായിട്ടുള്ളൊരു വാസക്കാലമാണ് നോയമ്പെന്ന് പറയുമ്പോൾ. ഓരോ നോയമ്പുകളും അപ്രകാരമായി തീരണമെങ്കിൽ ആ നോയമ്പിൻ്റെ ആത്മാവ് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഓരോ നോയമ്പിനും അതിൻ്റേതായ ഒരു ആത്മാവ്, ഒരു ലക്ഷ്യവുമുണ്ട്. സഭ നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നോയമ്പാണ്. അതുകൊണ്ടാണ് ഇതിന് വലിയ നോയമ്പെന്ന് പോലും പറയുവാൻ ഇടയാകുന്നത്. ഈ കാലയളവെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ക്രൂശാരോഹണവും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നാം ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാലയളവാണ്. ഈ കാലയളവിൽ എല്ലാ സഭകളിലും അതിൻ്റേതായ രീതിയിൽ പ്രാർത്ഥനകളും ഉപവാസങ്ങളും വചന പഠനങ്ങളും ഒക്കെ നടത്തപ്പെടാറുണ്ട്. പക്ഷെ ഇവയിലൊക്കെ നാം സംബന്ധിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ വർഷവും കടന്നു വന്ന് സംബന്ധിക്കുന്ന പോലെ ഒരു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആയ പ്രവർത്തനമാണോ, അതോ യഥാർത്ഥമായി ഈ നോയമ്പ് കാലത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുവാൻ കഴിയും? ചിലപ്പോൾ നാം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുന്ന അവസ്ഥകൾ കാണും, ചിലപ്പോൾ നാം ഉപവസിക്കുന്ന സാഹചര്യം കാണും. ഒക്കെ നന്ന് തന്നെ. പക്ഷേ ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് നാം എടുക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ ആ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിച്ച് കഴിയുമ്പോൾ പ്രതിയോഗി കടന്നു വന്ന് പരീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ ജീവിത കാലയളവിൽ എത്രയോ പ്രാവശ്യം നമ്മൾ പരീക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പരീക്ഷയിൽ നാം കടന്നുപോയ സാഹചര്യങ്ങൾ കാണും. പക്ഷെ അവിടെയൊക്കെ നാം എത്രമാത്രം അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ ജീവിതത്തിലെ 3 വ്യത്യസ്തമായ പരീക്ഷണങ്ങളെപ്പറ്റി നാം ഈ സമയത്തൊന്ന് ധ്യാനിക്കുമ്പോൾ അവ എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്നും അവയിൽ കൂടെ എന്ത് നമുക്ക് പഠിക്കുവാൻ കഴിയുമെന്നും ആ വചനത്തിൽ കൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊന്ന് നാം ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4:2 ഇപ്രകാരമാണ് പറയുന്നത്: ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അവിടെ 40 ദിവസം അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. 40 ദിവസം ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നാം ഒന്ന് ചിന്തിക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഉപവസിക്കാറുണ്ട്. പക്ഷെ 40 ദിവസം ഒരു ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെ, ഒരു പാനീയം ഒന്നുമില്ലാതെ ഭക്ഷിക്കുന്ന, അതും അന്നത്തെ കാലയളവിൽ വിജനപ്രദേശമായൊരു സ്ഥലത്താണ് കർത്താവ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ പിശാച് വന്ന് 40 ദിവസം കഴിയുമ്പോൾ ആദ്യ പരീക്ഷത്തിൽ നാമെ അവിടെ ബോധ്യപ്പെടുത്തുന്ന കാര്യം 4:3 മനസ്സിലാക്കുവാൻ കഴിയും.
അപ്പോൾ പിശാച് അവനോട് നീ ദൈവപുത്രനെങ്കിൽ നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പിശാചിനറിയാം കർത്താവ് ദൈവപുത്രനാണ്. മനുഷ്യരെക്കാട്ടി കൂടുതൽ അറിയാവുന്ന കാര്യമാണ് പിശാചിന് ഇവൻ ദൈവപുത്രൻ. അതുകൊണ്ട് ഒരു ചോദ്യം, നീ ദൈവപുത്രനാണെങ്കിൽ ഇത് ചെയ്യുക. ഇന്ന് എൻ്റെയും നിങ്ങളുടെ ആത്മീയ മേഖലയിൽ പലപ്പോഴും നാം വീണുപോകുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ ഇതാണെങ്കിൽ ഇതൊന്ന് കാണിച്ചു തരാൻ പറയും. പ്രത്യേകിച്ചും ആത്മീയ മേഖലകളിൽ കൃപകളും കൃപാവരങ്ങളുടെയും മധ്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ കൃപയുണ്ടെങ്കിൽ ഒന്ന് ഇത് ചെയ്തു തരാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ആ പരീക്ഷയിൽ നാം വീണുപോകാറുള്ള സാഹചര്യമാണ്. ദൈവം നൽകുന്ന കൃപകളും കൃപാവരങ്ങളും ദൈവനാമ മഹത്വത്തിനായിട്ടാണ് നാം ആദ്യം മനസ്സിലാക്കണം. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാനല്ല, എങ്കിലോ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കണമെന്ന് നാം മനസ്സിലാക്കണം. നാം ഇതൊന്ന് ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ ഹവ്വായുടെ ജീവിതത്തിലും പ്രതിയോഗി വന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു സംശയമാണ് അവിടെ ഉയർത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:1 ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ പറയുന്നത് സകല വൃക്ഷങ്ങളുടെയും ഫലം. ഇവിടെ കർത്താവിനോട് നീ ദൈവപുത്രനാണെങ്കിൽ ഇത് കൽപ്പിക്കുക. അപ്പോൾ പ്രതിയോഗി എപ്പോഴും സംശയം മാത്രമേ സൃഷ്ടിക്കുകയുള്ളെന്ന് നാം മനസ്സിലാക്കണം. അവനൊരിക്കലും കടന്നു വന്ന് നാം അറിയുന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒരു സംശയം ചെലുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ബട്ട്. അതായത് നമ്മളൊരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ അവനെല്ലാം ഓക്കെ, ഹീസ് എ വെരി ഗുഡ് പേഴ്സൺ, ബട്ട് അങ്ങനെ ഒന്ന് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതി. ബാക്കി കേൾക്കുന്ന വ്യക്തി ആ ബട്ടിനോട് ചേർത്ത് പല വ്യാഖ്യാനങ്ങൾ ഒരുക്കി അവൻ്റെ ജീവിതം ഒരു പ്രതിസന്ധിയിലാക്കി തീർക്കും. മലയാളത്തിൽ അതിന് പക്ഷേ, അവൻ ഏറ്റവും നല്ല വ്യക്തിയൊക്കെയാണ്, പക്ഷേ അങ്ങനെ പറഞ്ഞൊന്ന് പോയി കഴിഞ്ഞാൽ ആ പക്ഷേ പിന്നെ അതിൻ്റെ വ്യാഖ്യാനം വരുമ്പോൾ നാം ചിന്തിക്കാത്ത തലത്തിലേക്ക് വരെ അത് എത്തിച്ചേരുവാൻ ഇടയാകും. ഇവിടെയും അപ്രകാരമാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ മറ്റേ യഹോവയോട് പറയുന്നത് ഈ സകല വൃക്ഷത്തിലെ ഫലവും നാം കേൾക്കുന്ന വചനവും അത് ഗ്രഹിക്കത്തക്കോണം വിവേചിക്കുവാനുള്ള കൃപയ്ക്കായി സദാ നാം പ്രാർത്ഥിക്കണം. നാം പല കൺവെൻഷനുകളിൽ പോകുന്നുണ്ടായിരിക്കും, പല ശുശ്രൂഷകൾ അല്ലെങ്കിൽ പല വചനങ്ങൾ ഇപ്രകാരം ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്നുണ്ടായിരിക്കും. അത് നമ്മെ എവിടേക്കാണ് നയിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിലേക്കാണോ മനുഷ്യരിലേക്കാണോ അതോ ലോകത്തിലേക്കാണോ നയിക്കുന്നതെന്നൊന്ന് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 11:3 ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ സർപ്പം ഹവ്വായെ കൗശലത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേശുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഴിതെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൗശലതയോടെ വഞ്ചിച്ചതുപോലെ. വഞ്ചകനാണ് അവൻ ഒരിക്കലും ദൈവസനയിൽ നിൽക്കുന്ന വ്യക്തികൾ അപ്രകാരം നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കാത്തവനാണ്. അവൻ്റെ ഏക ലക്ഷ്യം ദൈവത്തിൽ നിന്ന് ദൈവമക്കളെ അകറ്റുക. അതാണ് എപ്പോഴും ചെയ്യുന്നത്. കർത്താവിനോട് പോലും പരീക്ഷിക്കുവാൻ കടന്നു വരുമ്പോൾ പറയുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ ഇത് ചെയ്യുക. കർത്താവ് അതിന് ഉത്തരം നൽകുന്നത് 4:4 കർത്താവ് പറയുന്നത്: യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതായത് വചനത്തെ ചൊല്ലിയുള്ള ഉത്തരം. അത് വരുന്നത് ആവർത്തന പുസ്തകം 8:2-3 വാക്യത്തിലാണ്. നിന്റെ ദൈവമായ യഹോവ
നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 വർഷം നിന്നെ ഈ 40 വർഷം മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളൊക്കെ നീ ഓർക്കണം. മരുഭൂമിയിൽ നടത്തിയ വിധങ്ങളൊക്കെ നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിനക്ക് വിശപ്പുണ്ടാക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അവിടെ യഥാർത്ഥത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ട്. 40 വർഷം അവരെ മരുഭൂമി യാത്രയിൽ പ്രയാണം ചെയ്തപ്പോൾ അവരെ വഴി നിർത്തിയ ദൈവമാരെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കത്തക്കവണ്ണം, അവരുടെ ഹൃദയങ്ങളെ ചിന്തകളെ ഗ്രഹിക്കത്തക്കവണ്ണം, അവർ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കത്തക്കവണ്ണം അവരെ കടത്തിവിട്ടെങ്കിലും അവരുടെ ആവശ്യമനുസരിച്ച് മന്ന കൊണ്ട് വഴി നടത്തിയ ദൈവം അതോടൊപ്പം പറയുന്നത് ആ മന്ന കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ദൈവവചനം കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു. അതുതന്നെയാണ് കർത്താവോട് ഏറ്റു പറയുന്നത്. രണ്ടാമത് നാം മുമ്പോട്ട് വായിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4:6-7 വായിക്കുമ്പോൾ പിശാച് അവനോട് പറഞ്ഞത് ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. ഇവയെല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവനെ ഞാൻ അത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിക്കുമെങ്കിൽ ഇതെല്ലാം നിന്റേതാകും. നാം ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ ആദ്യത്തെ യഥാർത്ഥമായ പരീക്ഷണം എന്താണ്? നമ്മുടെ ശാരീരികരവും നമ്മുടെ ആവശ്യം, ശരീരത്തിന് ആവശ്യമായ വിശക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്, അത് വെച്ചുള്ള പരീക്ഷണം. രണ്ടാമത് പലപ്പോഴും ജനതകൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അധികാരവും മഹത്വവും. അത് വെച്ചുള്ള എന്താണ്? നീ എന്നെ നമസ്കരിക്കുമെങ്കിൽ നിനക്ക് ഈ ഭൂമുഖത്തുള്ള അധികാരവും മഹത്വവും നൽകുമെന്ന്. ഇന്ന് പലപ്പോഴും നമ്മുടെ ആത്മീയ മേഖലകളിൽ വീഴ്ച വരുന്നത് ഇവിടെയാണ്. മഹത്വവും അധികാരത്തിൻ്റെ പിന്നെയുള്ള ഓട്ടത്തിലാണ്. നാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മഹത്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, നമുക്ക് ലഭ്യമായ കൃപകളും കൃപാവരങ്ങളുടെ മേൽ നമുക്ക് മറ്റുള്ളവരുടെ മേൽ അധികാരമുണ്ടെന്ന ചിന്തകൾ വരുമ്പോൾ നാം യഥാർത്ഥത്തിൽ പ്രതിയോഗിയുടെ രണ്ടാമത്തെ പരീക്ഷയിൽ വീണുപോകുന്ന അവസ്ഥയാണ്. നാം ഒന്ന് ചിന്തിക്കണം, ദൈവം എന്തിനു വേണ്ടിയാണ് നമുക്കിത് നൽകിയിരിക്കുന്നത്? തന്നോടൊപ്പമായിരിക്കുന്ന തൻ്റെ ജനതകളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അവരുടെ കഷ്ടത്തിൻ്റെ താഴ്വരയിൽ അവരെ ബലപ്പെടുത്തത്തക്കുവാൻ വേണ്ടി. സ്വന്തം മഹത്വത്തിനും സ്വന്തം അധികാരത്തിനുമല്ല ദൈവം കൃപകളും കൃപാവരങ്ങളും നൽകുന്നത്. ദൈവത്തിൻ്റെ കൃപകളും കൃപാവരങ്ങളും നാം സ്വായത്തമാക്കുമ്പോൾ അത് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിലോ, കഷ്ടത്തിൻ്റെയും വേദനകളുടെയും നെടുവീർപ്പിൻ്റെയും അന്ധകാരത്തിൽ കഴിയുന്ന അനേകരെ അതിൽ നിന്ന് കോരിയെടുക്കത്തക്കോണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകത്തക്കോണം ഇടയാക്കുവാൻ വേണ്ടിയാണ്. അവിടെയും കർത്താവ് ഉത്തരം നൽകുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4:8 ഇപ്രകാരമാണ് പറയുന്നത്. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവനെ മാത്രമേ സേവിക്കാവൂന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകൾ വരുന്നത് എവിടെയാണ്? മറ്റൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഇവരെ ഉൾക്കൊള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അധികാരവും മഹത്വവും ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ ലൗകികമായ അനേകരുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചയാണത്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവനെ മാത്രം സേവിക്കുക എന്ന് എഴുതിയിരിക്കുന്നു. ഇതും ആവർത്തന പുസ്തകം 6:13 ഇപ്രകാരമാണ് പറയുന്നത്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ ആരാധിക്കണം. അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അതായത് ദൈവത്തെ മാത്രം ദൈവം മാത്രമേ സത്യമുള്ള. അത് പുറപ്പാട് പുസ്തകത്തിന്റെ 20:3 പറയുന്നുണ്ട്.
ഞാനല്ലാതെ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഞാനല്ലാതെ. നാം ചിന്തിക്കും, ഇന്നത്തെ കാലയളവിൽ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം കർത്താവല്ലാതെ ഒന്നും കാണുകയില്ല, അല്ലെങ്കിൽ ദൈവമല്ലാതെ ആരും വേറെ ദൈവം. പക്ഷേ ദൈവത്തെ കാട്ടി കൂടുതൽ ഏതെങ്കിലും വസ്തുവകകൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതാണ് നിന്റെ ജീവിതത്തിലെ ദൈവം. അത് ചിലപ്പോൾ നിന്റെ ഔദ്യോഗിക രംഗമായിരിക്കും, നിന്റെ സമ്പത്തായിരിക്കും, നിന്റെ കുഞ്ഞുങ്ങളായിരിക്കും. അവരിൽ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, അവരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നാം രണ്ടാമത്തെ പരീക്ഷയിൽ തോറ്റുപോകുന്നത്. എപ്പോഴും പ്രതിയോഗി നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കിയിട്ടാണ് ആ പരീക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളെ പരീക്ഷിക്കത്തക്കോണം ദൈവം ഒരിക്കലും കടന്നു വരികയില്ല. നമ്മുടെ ബലഹീനതകളാണ് പ്രതിയോഗിക്ക് അതിനുള്ള സാഹചര്യവും സാവകാശവും ഒരുക്കി കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിക്കണം, എന്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്? എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ടാണോ? എൻ്റെ കർത്താവിൻ്റെ പ്രവർത്തനത്തിനായിട്ടോ ആണോ? അതോ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും എൻ്റെ മഹത്വത്തിനായും എൻ്റെ പേരും പെരുമയ്ക്കായും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഔദ്യോഗിക രംഗവും എൻ്റെ സമ്പത്തൊക്കെയാണോ നാം ആശ്രയിക്കുന്നെങ്കിൽ അവിടെ നമ്മുടെ വീഴ്ചകളാണ് ആരംഭിക്കുന്നത്. മുമ്പോട്ട് വായിക്കട്ടെ, ലൂക്കോസിൻ്റെ സുവിശേഷം 4:9-11 വരെ വായിക്കുമ്പോൾ, പിന്നെ അവൻ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ കാക്കുവാൻ അവന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാത്തവണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആദ്യത്തെ 2 പരീക്ഷയിൽ പ്രതിയോഗി വ്യത്യസ്തമായ കാര്യങ്ങൾ, ഒന്ന് ശരീരത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി കല്ലിനെ അപ്പമുണ്ടാക്കുവാൻ പറയുന്നു. രണ്ടാമത് അധികാരത്തിനും മഹത്വത്തിനായിട്ട് നമസ്കരിക്കുവാൻ പറയുന്നു. ഇവിടെ രണ്ടും കർത്താവ് പ്രതിയോഗിയെ അകറ്റി നിർത്തിയത് വചനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ഏറ്റവും അവസാനം പ്രതിയോഗി വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവിനെ പരീക്ഷയിലേക്ക് തള്ളിയിടുവാൻ നോക്കുന്നത്. അപ്പോൾ നാം പലപ്പോഴും കേൾക്കുന്ന വചനങ്ങൾ നമ്മെ ദൈവത്തിലേക്കല്ല, കർത്താവിലേക്കല്ല നയിക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കിക്കൊള്ളണം, അത് പ്രതിയോഗിയുടെ തന്ത്രമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനുള്ളത്. സമ്പന്നതയുടെ സുവിശേഷം ഒരിക്കലും ദൈവത്തിലേക്കല്ല, നിത്യജീവനിലേക്ക് നയിക്കുന്ന സുവിശേഷത്തിൽ എപ്പോഴും മാനസാന്തരം കാണും, തിരുത്തൽ കാണും. എവിടെയാണ് നമ്മുടെ വീഴ്ചകളിൽ നിന്ന് ബോധ്യപ്പെടുത്തത്തക്കാനുള്ള വചനം കാണും. സമ്പന്നതയുടെ സുവിശേഷത്തിൽ അതൊരിക്കലും കാണുകയില്ല. അവിടെ കാണുന്നത്, നിങ്ങളിത് ചെയ്യുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരും, നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭ്യമാകും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ അപ്രകാരമുള്ള അനുഗ്രഹത്തിൻ്റെ പുറകെ ഓടുന്നവരാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു കൊള്ളുക, അത് പ്രതിയോഗിയുടെ പക്കലേക്കുള്ള ഓട്ടമാണ്. കാരണം ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ, ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ലക്ഷ്യത്തിൽ കർത്താവ് മാത്രമായി തീരും. കർത്താവിൻ്റെ നിത്യജീവിതത്തിലേക്ക്, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന നിത്യജീവിതത്തിലേക്കുള്ള ലക്ഷ്യമായി തീരും. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സത്യവചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്. ഇവിടെ പ്രതിയോഗി 3ാമത് പരീക്ഷയിൽ കർത്താവിനെ തള്ളിയിടാൻ നോക്കുമ്പോൾ ഉപയുക്തമാക്കുന്നത് വചനം തന്നെയാണ്. വചനത്തിനെ ആസ്പദമാക്കിയാണ്. ആ വചനം എന്ന് പറയുമ്പോൾ 91-ാം സങ്കീർത്തനം 11-12 വാക്യമാണ്. നിന്റെ എല്ലാ വഴികളും നിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇത് തന്നെയല്ലയോ പ്രതിയോഗി ഇവിടെ പറയുന്നത്?
നിന്റെ കാൽ കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവൻ തൻ്റെ കൈകളിൽ വഹിച്ചു കൊള്ളും. നമ്മൾ ഇപ്രകാരം പലപ്പോഴും ദൂതുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ, എന്ത് നല്ല വചനം, പക്ഷേ അത് മുഴുവനെ നാം മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും അവിടെ ദൈവത്തിന് മഹത്വമുള്ള കാര്യങ്ങൾ കാണുവാൻ ഇടയാകുകയില്ല. ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ലൗകികമായ ചിന്തകളിലേക്കോ നയിക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടെ കാണുവാൻ ഇടയാകുന്നത്, കേൾക്കുവാൻ ഇടയാകുന്നത്. അതെന്താണ് മനസ്സിലാക്കുവാൻ നമ്മളെ തന്നെ ദൈവിക വചനത്തിൽ ശോധന ചെയ്യുവാൻ നാം പഠിക്കണം. ഞാൻ കേൾക്കുന്ന വചനങ്ങൾ അത് മാലിന്യം ചേർന്നതാണെങ്കിൽ അത് കേൾക്കാതിരിക്കത്തക്കവണ്ണം നിന്റെ കൃപ എനിക്ക് നൽകണമേ. അത് ഉൾക്കൊള്ളുവാൻ ഇടയാകത്തവണ്ണം നീ എൻ്റെ ചെവികളെ മറച്ചു കളയണമേ. പക്ഷെ പലപ്പോഴും അത് കഴിയാറില്ല. കാരണം അപ്രകാരമുള്ള വചനങ്ങൾ അല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മളെ കൂടുതലായിട്ട് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നാം ചിന്തിക്കുന്നത്, എത്ര മനോഹരം, ദൈവത്തിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണോ? ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയുമുണ്ട്. പക്ഷെ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ നിലകൊള്ളണമെങ്കിൽ ആ വചനത്തിൽ, ആ ദൂതുകളിൽ കർത്താവിന് മഹത്വം കൊടുക്കുന്നതായി തീരുക മാത്രമല്ല, നിത്യതയിലൊക്കെ ജീവൻ്റെ വഴി അതിൽ കാണുവാൻ ഇടയാകും. ഈ നോയമ്പ് കാലത്തിൽ നാം ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ ഇപ്രകാരമുള്ള പലവിധ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ കടന്നു വന്നിരിക്കും. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ദൈവവചനത്തിൽ ശക്തമാക്കുവാൻ, കേൾക്കുന്ന വചനത്തിനെ അതിനെ വിവേചിക്കുവാനുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 4:12 കർത്താവ് അതിനുത്തരം നൽകുന്നത്, യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ആവർത്തന പുസ്തകത്തിന്റെ 6:16 നിങ്ങൾ മസ്സയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നാം ദൈവത്തെ പരീക്ഷിക്കുന്നവരാണോ എന്നൊന്ന് നോക്കണം. നാം ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊത്തവണ്ണം ദൈവം എനിക്ക് നന്മകൾ നൽകുന്നില്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് നാം പറയുകയാണ്, ദൈവമേ, ഞാൻ ഇത്രമാത്രം നിനക്ക് വേണ്ടി ചെയ്തിട്ട് എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇപ്രകാരമാണ്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ ക്ലേശങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ അസ്വസ്ഥതകൾ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പ്രയാസങ്ങളിൽ കടന്നു പോകുന്നെന്ന് നാം ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ അത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ്. പ്രിയ സഹോദര സഹോദരി, നാം ചിന്തിക്കും, അതെങ്ങനെ പരീക്ഷിക്കും? അതെ, ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ മറന്ന് പ്രതിസന്ധികൾ വരുമ്പോൾ ചോദ്യം ചെയ്യുന്നത് ദൈവത്തെ അതാണ് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത്. അവരെ നടത്തിയ വഴികളും വിധങ്ങളും മറന്നുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്ത അവസ്ഥയാണ് അവിടെ യഹോവയായ ദൈവം അവരോട് പറയുന്നത്. യാക്കോബിന്റെ സുവിശേഷം 1:14 ഇപ്രകാരം പറയുന്നുണ്ട്, ഓരോരുത്തനും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അതിന്റെ 13-ാം വാക്കിൽ ഇപ്രകാരം അവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. നാം പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം, നമ്മുടെ പ്രവർത്തികൾ മൂലമാണ്. ഇവിടെ വ്യക്തമായി പറയുന്നത്, നമ്മുടെ സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നതിനാൽ, അതായത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന് പ്രധാനം, ഇതിനാൽ നാം അകപ്പെട്ടു പോകുമ്പോൾ നാം പരീക്ഷയിൽ അകപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 പത്രോസിലെ വ്യക്തമായി പ്രതിയോഗിയെ പറ്റി പ്രസ്താവിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. സമചിത്തരാകുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇപ്പം പ്രതിയോഗി നമ്മളെ തകർക്കുവാൻ സദാ നടക്കുമ്പോൾ നാം അതിനിരയായി തീരാതിരിക്കുവാൻ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വചനമായ ആഴമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരിക. അപ്പോൾ പ്രതിയോഗിയുടെ തന്ത്രങ്ങളെ അതിജീവിക്കുക മാത്രമല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കോണം നമ്മളെ ഇടയാക്കും.
ഈ നോയമ്പ് കാലത്തിൻ്റെ ആരംഭത്തിൽ നമ്മളോട് ദൈവം ഇത്രമാത്രം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമ്മളെ കാക്കുവാൻ വേണ്ടി സദാ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കാരണം പ്രതിയോഗിയുടെ തന്ത്രങ്ങളെ അതിജീവിച്ച കർത്താവ് നമ്മുടെ ഉപനിധിയായി തീരുമ്പോൾ ആ കർത്താവ് നമ്മുടെ ഇപ്രകാരമുള്ള പരീക്ഷയിൽ നിന്ന് അതിജീവിക്കാൻ സദാ സഹായിക്കും. നമ്മുടെ തലകട വണക്കാം. സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ ദിവാത്സല്യമായ സ്വർഗസ്നാഥ, ഇതോളം ഞങ്ങളെ വഴി നടത്തിയ ധർമ്മങ്ങൾക്കായ സ്തോത്രം. ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു നോയമ്പ് കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന സ്തോത്രം. ഈ നോയമ്പ് കാലത്തിൽ കർത്താവെ പ്രതിയോഗിയുടെ തന്ത്രങ്ങളെ മനസ്സിലാക്കി, പരീക്ഷകളെ മനസ്സിലാക്കി അതിജീവിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ബുദ്ധിയിലും യുക്തിയിലുള്ള പ്രവർത്തനമല്ല കർത്താവ്, എങ്കിലോ അങ്ങേ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ നോയമ്പ് കാലത്തിൽ കൂടുതലായിട്ട് അങ്ങേയുമായിട്ട് ഒരു പുതിയ ബന്ധത്തിലേക്ക് വളരുക മാത്രമല്ല കർത്താവ്, അനേകർക്ക് അത് മാതൃകയായി കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളോട് ക്ഷമിച്ച് മഹത്വത്തിൽ ഒത്തരണം ഞങ്ങളെ വഴി നിർത്തിക്കൊള്ളണമെന്ന് സാക്ഷിക്കുന്നു പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.